നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകൾ കടക്കാം. ഞാൻ സിയാദ് ഇലിഗൽ. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെയും കനത്ത സെല്ലിംഗ് മോഡലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഇന്ത്യൻ മാർക്കറ്റിൽ 5463 കോടി രൂപക്ക് സെല്ല് നടത്തി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3717 കോടി രൂപക്ക് ബൈ നടത്തിയിട്ടുണ്ട്. ഇന്നലെ US മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയത്. പ്രധാനമായിട്ടും പ്രസിഡന്റ് ട്രംപിൻ്റെ 2 പ്രസ്താവനയാണ്. ക്രൂഡിൻ്റെ വില കുറയ്ക്കും, ഒപെക് രാജ്യങ്ങളായിട്ട് സഹകരിച്ച് മീറ്റിങ്ങുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തു. രണ്ടാമത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള 2 പ്രസ്താവനകളാണ് ഇന്നലെ US മാർക്കറ്റിനെ ഹയറിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവെ പോസിറ്റീവായ രീതിയിലാണ് ട്രേഡിങ് തുടരുന്നത്. ഈവൻ കാനഡക്കും ചൈനയ്ക്കും എതിരെയൊക്കെ ഈ താരിഫ് ത്രെട്ട് ഈ ട്രംപ് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് പോസിറ്റീവ്, ഡോ കാണാം 400 പോയിൻറ്റിൻ്റെ റാലി, 0.93% റാലി രേഖപ്പെടുത്തി. യൂറോപ്യൻ മാർക്കറ്റും പൊതുവെ പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് കാണാം. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 1,3595. ബ്രന്റ് ഓയിൽ ഫോളോ ചെയ്തു 77, 1.14% ഫോൾ രേഖപ്പെടുത്തി. ക്രൂഡിൻ്റെ വില കുറയ്ക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കാരണം ഗോൾഡ് അപ്പോൾ $2,756 ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത്. അപ്പോൾ ഈ ഒരു ക്രൂഡിൻ്റെ വില കുറയ്ക്കും എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ഗുണകരം ആകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് രാജ്യങ്ങളിൽ ഇന്ത്യ ഉണ്ടല്ലോ. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഏറ്റവും താഴെ കാണാം ഡോക്ടർ റെഡ്ഡി 6% ഇടിവ് ADRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടർ റെഡ്ഡിനെ ഫോക്കസ് ചെയ്യുക. 6% ഇടിഞ്ഞിട്ടുള്ളത്. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളൊക്കെ വരാണെങ്കിൽ ഇൻഡസ് ടവർ 160% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 4003 കോടി രൂപ കരസ്ഥമാക്കി. HPCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 471% ഉയർന്നു 3023 കോടി രൂപ കരസ്ഥമാക്കി. എംഫസിസ് നെറ്റ് പ്രോഫിറ്റ് 1% ക്വാർട്ടർ ടു ക്വാർട്ടർ ഉയർന്ന് 427 കോടി രൂപ കരസ്ഥമാക്കി. യുണൈറ്റഡ് സ്പിരിറ്റ്സ് കമ്പനി ആൽക്കോളിക് നിർമ്മാതാക്കളാണ്. അവർ ഏകദേശം ഒരു 4.5% നെറ്റ് പ്രോഫിറ്റിൽ കുറവാണ് രേഖപ്പെടുത്തിയത്. നിപ്പോൺ ലൈഫ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 12% ഉയർന്നു. അദാനി ഗ്രീൻ എനർജി നെറ്റ് പ്രോഫിറ്റ് 85% ഉയർന്നു. മാൻകൈൻഡ് ഫാർമ നെറ്റ് പ്രോഫിറ്റ് 16% ഇടിവ്. സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 440 കോടി രൂപയുടെ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 118 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഗ്രേവ്സ് കോട്ടൺ കമ്പനി ഈ തവണ 20 കോടി രൂപയുടെ ലോസ് ഉണ്ടാക്കി. കഴിഞ്ഞ തവണ 58 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. സൂര്യതയ സ്മോൾ ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41% ഇടിവ്. IX ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് നെറ്റ് പ്രോഫിറ്റ് 17% വർധനവ്. കേഫിൻ ടെക്നോളജി നെറ്റ് പ്രോഫിറ്റ് 35% വർധനവ് ഇയർ ഓൺ ഇയർ. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 64% ഇടിവ് ഇയർ ഓൺ ഇയർ. CN കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31% ഇടിവ് രേഖപ്പെടുത്തി ഇയർ ഓൺ ഇയർ. സോന BLV കമ്പനി ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 13% വർധനവ്. ആംബർ എൻ്റർപ്രൈസസ് നെറ്റ് പ്രോഫിറ്റ് അവർ 4 കോടി രൂപ ലോസിൽ നിന്ന് 35 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർത്തി. ബൊൻഡൻ്റ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ ഒരു പുതിയ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു. 100 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി ആസാം ചെയ്യാനായിട്ടാണ് ധാരണയായിട്ടുള്ളത്. തൈറോ കെയർ നെറ്റ് പ്രോഫിറ്റ് 15 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് ഉയർന്നു. ഡോക്ടർ റെഡ്ഡി നെറ്റ് പ്രോഫിറ്റ് 2.3% ഒരു അപ്പാണ് ഉള്ളത്. പക്ഷേ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്ടർ റെഡ്ഡി ഏകദേശം ഒരു 6% ADRൽ ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കെയർഫുൾ ആവുക. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. JSW സ്റ്റീൽ, ലോവർ സ്ലാബ്, ഇൻഡിഗോ, DLF, ശ്രീരാം ഫിനാൻസ്, HPCL തുടങ്ങിയ കമ്പനികളിലെല്ലാം തന്നെ റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് ഏതൊക്കെ ദിവസം വരും എന്നുള്ളത് ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ റിസൾട്ട് വന്നത് നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതും റിസൾട്ട് അനൗൺസ്മെൻറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ IPO ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കമ്പനികളുടെ ഡിവിഡൻഡ് ഏതൊക്കെ ദിവസം കിട്ടുമെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷൻസും ട്രേഡ് ബഡിയിൽ ലഭ്യമാണ്. ട്രേഡ് ബഡി അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭ ദിനം നേരുന്നു. താങ്ക് യു.